ഓക്കെ മിസ്റ്റർ സിദ്ധാർത്ഥൻ, ഞാനിവിടെ ചാർജ് എടുത്തതിന് ശേഷം എനിക്ക് നേരിട്ട് ലഭിക്കുന്ന ആദ്യത്തെ കേസാണിത്. ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണ്ട ആക്ഷൻ എടുക്കാം. താങ്ക് യു സർ. ദെൻ സീ യു. സർ, അങ്ങേക്കൊരു വിസിറ്റ് ഉണ്ട്. VIP താഴെ കാറിൽ വെയിറ്റ് ചെയ്യുന്നു. വരാൻ പറയൂ. സർ. യെസ്, വരൂ. അനിരുദ്ധൻ, എ റിയൽ VVIP. ഇദ്ദേഹത്തിന്റെ കൈ ഒന്ന് ചലിച്ചാൽ ഭരണകൂടങ്ങൾ നിലംപൊത്തും. സ്റ്റേറ്റ് പൊളിറ്റിക്സിലും ഡൽഹിയിലും ഇദ്ദേഹത്തിനുള്ള സ്ഥാനം അതാ. ഭരണകക്ഷിയും പ്രതിപക്ഷവുമെല്ലാം ഇദ്ദേഹത്തിന്റെ മുമ്പിൽ നിശബ്ദമാകും. പ്രധാനപ്പെട്ട കക്ഷി നേതാക്കൾ ആര് വന്നാലും ഇവിടത്തെ ആതിഥ്യം അനുഭവിച്ചേ മടങ്ങാറുള്ളൂ. ഓ, മുഹമ്മദ് മലയുടെ അടുത്ത് വന്നില്ലെങ്കിൽ മല മുഹമ്മദിനടുത്തേക്ക്. അതായി ഇവിടുത്തെ ഒരു രീതി. സാറിനെ കൂട്ടിക്കൊണ്ടുപോരാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. നേരിട്ട് വന്ന് പരിചയപ്പെടണമെന്ന്. അതിനെന്താ, നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാം. സോ, ദീർഘകാലം നിലനിൽക്കേണ്ട ഒരു സൗഹൃദത്തിന്റെ നല്ല തുടക്കത്തിനായി ഒരു ചെറിയ സമ്മാനം. ഇത് അനിരുദ്ധിന്റെ ഒരു രീതിയാണ്. നോ, ഓഫീസ് ടേബിളിൽ ഞാൻ ഇത്തരം കോംപ്ലിമെന്റ്സ് സ്വീകരിക്കാറില്ല. ഓക്കെ, നമ്മുടെ സൗഹൃദാരംഭം മറ്റെവിടെങ്കിലും ആവാം. നാളെ ഹോട്ടൽ ഇന്റർനാഷണല് ഞാൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈവനിങ് 4 o'clock. എനിക്ക് പ്രതീക്ഷയാണല്ലോ. ഷുവർ, വിത്ത് പ്ലഷർ. എങ്കിൽ നാളത്തെ വൈകുന്നേരം എന്നോടൊപ്പം. രാത്രി VIP-കൾക്ക് മാത്രം പ്രവേശനമുള്ള എന്റെ ഗസ്റ്റ് റൂമിൽ. വേണ്ട, നേരത്തെ പറഞ്ഞ് ഞാൻ നാളത്തെ രാത്രിയുടെ ഒരു ത്രിൽ നഷ്ടപ്പെടുത്തുന്നില്ല. യെസ്, ദാറ്റ്സ് ഓക്കെ. സക്കറിയ സാർ വന്നിട്ടുണ്ട്. Ladies and gentlemen, here comes the star attraction of our party. എന്താ സാർ യൂണിഫോമിൽ? ഡ്യൂട്ടിക്കിടയിൽ ഒരു കോംപ്ലിമെന്റ് പോലും സ്വീകരിക്കാറില്ലെന്ന് പറഞ്ഞിട്ട്? ഡ്യൂട്ടിക്കിടയിൽ ഞാൻ കോംപ്ലിമെന്റ്സ് വാങ്ങാറില്ല. പക്ഷേ ചില കോംപ്ലിമെന്റ്സ് കൊടുക്കാറുണ്ട്. ഇത് അത്ര ഒരു വിസിറ്റാണെന്ന് കൂട്ടിക്കോളൂ. ഓക്കെ, തന്നോളൂ. ഇന്ന് വരെ ഞാൻ എല്ലാവർക്കും വാരിക്കോരി കൊടുത്തിട്ടേ ഉള്ളൂ. ആദ്യമായാണ് ഒരു സുഹൃത്ത് എനിക്കൊരു സമ്മാനം തരുന്നത്.